നമസ്കാരം. ഇന്ന് വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും അല്ലെങ്കിൽ ഈ അടുത്തിടെ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും ഒരുപാട് മനസ്സുഖമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമങ്ങൾ, നിങ്ങൾക്കൊരു സന്തോഷമില്ല. നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ ഹാപ്പി ആവണമെന്ന് വിചാരിച്ച പോലെയല്ല നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് പോലെയല്ല നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ദാമ്പത്യമല്ല നിങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്, അത് എങ്ങനെയാണ് അത് മാറുക, എന്താ അതിൻ്റെ റീസൺസ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കണക്റ്റ് ആവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് 3 കാർഡ്സ് എടുക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഇതിൽ പറയുന്നത് വെച്ചെങ്കിൽ ഒരാളുടെ വികാരങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു സ്ഥലത്ത് പ്രതിഫലിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ സ്നേഹം പോലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവ്, അല്ലെങ്കിൽ ഒരു ഭയം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് അവരെന്ത് വിചാരിക്കും എന്നുള്ള, പ്രത്യേകിച്ച് ഒരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞുള്ളവരാണെന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷം, വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ഉറക്കം വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നില്ല. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയാത്ത കാരണം കൊണ്ടാണ്. ആശയവിനിമയം കാര്യങ്ങളൊന്നും നിങ്ങൾ തുറന്ന് പറയാത്ത കാരണം കൊണ്ടാണ്. ആ ഒരു ക്ലാരിറ്റി, അതായത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കൊരു മനസ്സിൽ ഒരു ഇത് തോന്നുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഒട്ടും ഒരു സ്ത്രീധനമില്ലാതെ, പറയാൻ പാടില്ലാത്ത കാര്യം, എന്നിരുന്നാലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ ഇത് അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനൊരു ഫീലിങ്സ്, നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറഞ്ഞ് താഴെയാണ്, അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തികം എന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ, കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു തരത്തിലും മൈൻഡ് ഇത്രയ്ക്കധികം വിഷമിച്ച് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. തെറ്റിദ്ധാരണകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ തുറന്ന ആശയവിനിമയം കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് പറയുക, സാഹചര്യം നോക്കി പറയുക കേട്ടോ. നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പ്രൂഫ് എടുത്ത് വെച്ച് സംസാരിച്ചോളൂ. നാളെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ പ്രൂഫ് എടുത്ത് വെച്ചിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം വേണോ, ഈ ഒരു ബന്ധത്തിൽ തന്നെ തുടരണോ, ഈ വേറൊരു അവസരം നോക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ചിലർ വേറൊരു അവസരം തിരഞ്ഞെടുത്തവരുണ്ടായിരിക്കാം. അതിൽ ആ ഒരു സാഹചര്യം ഒന്ന് പുഷ്ടിപ്പെട്ട് വരാനൊക്കെ കുറച്ച് സമയമെടുക്കും. നിലനിൽക്കുന്നവരാണെങ്കിലും ഈ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ തുറന്ന് പറയുമ്പോഴാണ് ഇത് പുഷ്ടിപ്പെട്ട് നല്ല രീതിയിൽ മാറുള്ളൂ. സാക്രിഫൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരുടെ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അതൊക്കെ അവർ തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജെന്യുവനായിട്ട് നിൽക്കുക. നിങ്ങളുടെ ഭാഗം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അതിൽ നിങ്ങൾ തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി കേട്ടോ. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ദ മൂണാണ് കേട്ടോ. ഇതിലെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയവിനിമയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംശയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പാർട്ട്ണർ, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങളെന്ത് പറയുമ്പോഴും അവർ വിശ്വസിക്കാത്തൊരു സാഹചര്യം, എതിരെ നിൽക്കുന്ന ആൾ വിശ്വസിക്കാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് നിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അവരുടെ ഭാഗത്തുനിന്നൊരു നന്ദിയില്ലായ്മയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരാളെയാണോ പാർട്ട്ണറായി തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വീട്ടിലേക്കാണോ വന്നത് എന്നൊക്കെ മാനസികമായിട്ട് ഒരുപാട് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് സക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. തുറന്ന് സംസാരിക്കുക. ഈ സംശയങ്ങൾ, കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക. സംശയങ്ങളുള്ളതെല്ലാം തന്നെ തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും ആശയക്കുഴപ്പം, എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു മിസ്റ്റേക്ക് ആദ്യം കണ്ടുവച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ ബാക്കി എല്ലാ സാധനത്തിൻ്റെയും കെട്ടഴിഞ്ഞ് നിങ്ങളിലേക്ക് വരും കേട്ടോ. കാരണം സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ആരാണോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് വെച്ചാൽ അവരുടെ ക്ലിയർ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ പുറത്തേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാനസികമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആരാണെങ്കിലും അവരതിനൊക്കെ പുറത്തേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ഒരു കാർഡിൽ വരുന്നുണ്ട് കേട്ടോ.
ത്രീ ഓഫ് വൺസ് ആണ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ചിലർ പ്രണയത്തിലാണെങ്കിലും ചിലർ റിലേഷൻഷിപ്പിൽ എന്തിലാണെങ്കിലും അകന്ന് നിൽക്കുന്നവരുണ്ടായിരിക്കും, ചിലർ അകന്ന് പോയി നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ നാൾ ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ആ ഒരു മെസ്സേജ് നിങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക. അവിടെ തീരാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇതിലുള്ളൂ. കാരണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. മുന്നോട്ട് പോകണം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഒരാളുടെ തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണേ, എന്താണ് അവരുടെ തീരുമാനം എന്ന് അറിഞ്ഞിട്ട് മുന്നിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തുറന്ന് സംസാരിക്കുക, ആശയവിനിമയം, കാര്യങ്ങളുണ്ടായ പ്രശ്നങ്ങൾ, മൂന്നാമതൊരാളുണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങളെ പറഞ്ഞു തന്ന് മറ്റൊരാളെ വെറുപ്പിച്ചുണ്ടായ കാര്യങ്ങൾ, ആ വെറുപ്പിച്ച ആൾക്കാരനൊക്കെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ, കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള വറീസും വേണ്ട. നിങ്ങളെ ആരാണോ എവിടെയാണോ താഴ്ത്തി പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെയാണോ വെറുപ്പിച്ചത്, ആരുടെ മുന്നിലാണോ നിന്ദിച്ചത്, അവിടെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സക്സസ് ചെയ്ത് ആ ഒരു ബന്ധം പ്യുവറായി ക്ലിയറായി വരാനായിട്ട് സാധിക്കും. അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ഡൗൺ ആവരുത്. വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ, ഒരുപാട് നാളായിട്ടുള്ളവരായിക്കോട്ടെ, ഡൗൺ ആവാതെ നിങ്ങൾ മുന്നിലേക്ക് പോവാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ജീവിക്കാനും നല്ല സന്തോഷത്തോടു കൂടി മുന്നിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. പലതും നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി കണക്റ്റഡ് ആയി കഴിഞ്ഞാലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് കെട്ടുകളൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വരിക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും വിഷമിക്കേണ്ട. നിങ്ങളെ വിഷമിച്ച ആളുടെ മുഖം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പറ്റും. അത് ആര് തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ മുന്നിൽ വളരെ പ്രൂഫോട് കൂടിയിട്ട് തന്നെ തെളിയിക്കാൻ പറ്റും. അപ്പോൾ വിഷമിക്കേണ്ട. നല്ലൊരു ഭാവി, നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.